സാർ നമസ്കാരം. നമസ്കാരം. ഭൂപടത്തിൽ ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി ശ്രീലങ്ക എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന് പറയാൻ സാധിക്കില്ല, തോരാത്ത കണ്ണീരായി, നൊമ്പര കണ്ണീരായി മാറിയിരിക്കുന്നു വയനാട്. ഒരു മഹാദുരന്തമുണ്ടായി 2 വർഷം കഷ്ടി പിന്നിടുന്ന വേളയിലാണ് ഈ 2 ദിവസം മുമ്പ് കള്ളാടിയിൽ ഒരു മഹാദുരന്തമുണ്ടായിരിക്കുന്നത്. മണ്ണിടിഞ്ഞ് ഒരു മലയുടെ ഭാഗം മണ്ണിടിഞ്ഞ് അപ്പാടി പുറത്തേക്ക് വന്നിരിക്കുന്നു. മീനാക്ഷി പാലം വരെ വന്നു. കള്ളാടി ദുരന്തത്തിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഇതുണ്ടായതെന്ന് പറയുമ്പോൾ ആ തുരങ്കവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന കുറേ ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട് കാണാതായിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുന്ന സമയത്ത് 4 മരണം വരെയാണ്, 4 മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എന്നാൽ പരിസരവാസിയായ ഒരാൾ പറഞ്ഞത് ഏതാണ്ട് 30ഓളം പേർ ഈ മേഖലയിൽ ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ തന്നെയായിരുന്നു. എന്തൊക്കെ നിർമ്മാണ പ്രവൃത്തികളുമായി ഏതാണ്ട് 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇവരിൽ എത്ര പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ പുറത്തറിയുന്ന കണക്ക് പോലെ മണ്ണിനടിയിൽ 3-4 ആളുകൾ ആയിരിക്കാനുള്ള സാധ്യതയല്ല. അങ്ങനെ ആവട്ടെ, പക്ഷേ അതല്ല സാധ്യത എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സാർ, ഇത് അടിക്കടിക്ക്, അതായത് നമ്മൾ ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഇതിനെ നമുക്ക് അല്പം ആലങ്കാരികമായി പറയുകയാണെങ്കിൽ പുട്ടിടുമ്പോൾ പീരയിടുന്നത് പോലെ അടിക്കടിക്ക് ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ വയനാടിൻ്റെ മണ്ണിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകളാണ് വിട പറഞ്ഞു പോകുന്നത്, അകാലത്തിൽ മരണമടയുന്ന ആളുകൾ പോകുന്നു. അവർക്ക് ശേഷം അവരുടെ തലമുറക്കാരെന്ത് ചെയ്യും? കിടപ്പോടം വരെ ഒലിച്ചു പോകുന്ന അവസ്ഥ. ഇത് നമ്മൾ മേപ്പാടി ദുരന്തത്തിൽ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് സംഭവിച്ചത് പ്രകൃതി ദുരന്തമാണ് എന്നെങ്കിൽ അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരിസ്ഥിതിയെ മാനിക്കാതെ നടത്തിയ നിർമ്മാണ പ്രക്രിയയുടെ ഫലമായി തന്നെയാണ് അന്നത്തെ ഉരുൾപൊട്ടലും എന്ന് ഭൗമശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്നും ഇത് തന്നെയാണ് കള്ളാടിയിൽ നടന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് ആനക്കാംപൊയ്യയിൽ നിന്ന് തിരുവമ്പാടി വരെ ചെന്നെത്തുന്ന ഏതാണ്ട് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് 40 കിലോമീറ്റർ ദൂരം ലാഭിക്കാമെന്ന് 40 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമ്പോൾ അതിൽ 20 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ വേണ്ടി ഒരു തുരങ്കപാത പരിസ്ഥിതി ലോല പ്രദേശമായ അവിടെ വരുന്നു. കേന്ദ്ര പാരിസ്ഥിതികാനുമതി നേടിയത് കള്ളപ്രമാണങ്ങളും രേഖകളും പഠനങ്ങളും സമർപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും ശക്തമാണ്. എന്നാൽ കേന്ദ്രം ഇതിന് താൽക്കാലികമായി അനുമതി കൊടുക്കുമ്പോൾ 2 ഘട്ടമായിട്ടാണ് അനുമതി കൊടുത്തത്. ഒരു എൻപവർ കമ്മിറ്റി രൂപീകരിക്കണം, അതിൻ്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണം, ഈ അന്വേഷണത്തിൽ അതാത് മേഖലയിലെ വൈദഗ്ധ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാറ്റിൽ പറത്തി അവിടെ തുരങ്കപാത നിർമ്മാണം തുടങ്ങി. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ 3.0 ആവർത്തിച്ച് പിണറായി വിജയന് വീണ്ടും ഭരണനേട്ടമായി ഉയർത്തിക്കാണിച്ച് ഭരണം പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒറ്റ കാരണത്താൽ വയനാട്ടിലെ ജനങ്ങളെ ഗുരുതി കൊടുക്കുകയായിരുന്നു, വയനാടിന് തന്നെ ഗുരുതി കൊടുക്കുകയായിരുന്നു. മനുഷ്യൻ്റെ അടങ്ങാത്ത അധികാരത്തോടും പണത്തോടുമുള്ള ഈ ത്വരയെ, ഈ ദുരാർത്തിയെ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ നോക്കിക്കാണുന്നത്? ഇത് മനുഷ്യസ്നേഹികളായ ആളുകളുടെ കണ്ണ് ഇനിയും തുറപ്പിക്കേണ്ടത് തന്നെയല്ലേ? പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ എന്തിനാണ് ഇത്രയും പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നിർമ്മിതികൾ നടത്തുന്നത്? പ്രദീപ് പറഞ്ഞതുപോലെ ഇതൊരാവർത്തന പ്രക്രിയയായിട്ട് ചിലപ്പോൾ തോന്നും. നമ്മുടെ കൺമുമ്പിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റെ കുറ്റവാളികളെ തേടി നമ്മൾ അലയും. ചിലരെ നമ്മൾ സംശയിച്ച് കുറ്റവാളിയെന്ന് മുദ്രകുത്തി ബ്രാൻഡ് ചെയ്യും. വീണ്ടും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. കുറ്റവാളികൾ വീണ്ടും നമ്മുടെ രക്ഷകരായിട്ട് മാറും. അവർ നമുക്ക് വേണ്ടി പാലം പണിയും കെട്ടിടം പണിയും എല്ലാം പണിയും, കൃഷി നശിപ്പിക്കുകയും എല്ലാം വേണം ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ മനുഷ്യ സംസ്കൃതിയുടെ ബാലപാഠം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ കൂടുതൽ സമയം ചിലവാക്കുന്നില്ല. ഒരു ചെറിയ വാചക ഉദ്ധരണി ഇംഗ്ലീഷ് ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ. എവരി പ്ലഷർ ഹാസ് എ പ്രൈസ്. ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും നമ്മളൊരു വില കൊടുക്കണം. എന്തു വന്നാലും കൊടുത്തേ പറ്റും. അത് പലതരത്തിലുള്ള വിലയായിരിക്കും. പക്ഷേ ഇത്തവണ ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. പക്ഷെ അവസാനം ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ തന്നെ അസ്തമിക്കൽ, ഇല്ലാതാകൽ കൊണ്ടായിരിക്കും
സംഭവിക്കുന്നത്. നമ്മുടെ മരണം തന്നെ അതിന് വിലയായി കൊടുക്കേണ്ടത്, നമ്മുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ നമ്മുടെ മരണം തന്നെ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. വയനാടുകാർ ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രാമമായിട്ട് അല്ലെങ്കിൽ ഓരോ സ്കൂളായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും ഡാർജിലിങ്ങൊക്കെ ഇഷ്ടംപോലെ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്നും വാർത്തകൾ ഇങ്ങോട്ട് വരുന്നില്ല കാര്യമായിട്ട്. കാരണം ഇത്തരം അപകടങ്ങൾ ഒരു വിഭാഗം നശിക്കുമ്പോൾ മറുവിഭാഗത്തിന് വേണേൽ ചുരൽമലയൊക്കെ സംഭവിച്ച പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം കാശുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാം. അതും സംഭവിക്കുന്നുണ്ട്. ഈ കല്ലാടിമലയിൽ സംഭവിച്ചത് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇതുവരെ അന്വേഷണം പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ലാത്ത കേസാണ് സാറിനറിയാമെങ്കിൽ പറയണത്. സാർ, ഇത് ഇവിടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നുള്ളത് ഈ കേരളത്തെക്കുറിച്ച് അറിയാവുന്ന യാതൊരു തരത്തിലുള്ളൊരു ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും അറിയാം വയനാട് പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ്, പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം തന്നെയാണ്. ഈ പശ്ചിമഘട്ട മലനിരകൾ അവിടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക്, സന്തുലനാവസ്ഥയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല എന്ന് ഡോക്ടർ കസ്തൂരി രംഗനും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലും ഒരുപോലെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ ഭൂമിയുടെ കിടപ്പോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറകളുടെ പ്രത്യേകത ഒന്നും മനസ്സിലാക്കാതെ, നീർച്ചാലുകളുടെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കാതെ, റിക്ടർ സ്കെയിലിൽ ഭൂകമ്പ സാധ്യത എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് അതിനുള്ള സാധ്യത ഉള്ളത് എന്നൊന്നും പഠിക്കാതെ ലാഭം എന്ന് മാത്രം കണക്കാക്കി വികസനത്തിൻ്റെ പൊയ്മുഖം അണിയിച്ചാണ് ഇന്നിപ്പോൾ കാണുന്ന എല്ലാ ദുരന്തങ്ങളും വയനാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. നാട്ടിൽ നിന്നും കാട്ടിലേക്ക് കുടിയേറി പാർത്തവർ കാട് വെട്ടിപ്പിടിച്ച് കൃഷി ഇറക്കി ജീവിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതിന് ന്യായീകരിക്കുക അല്ലെങ്കിൽ പോലും അവർ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമല്ലാത്തതൊന്നും ചെയ്യുന്നില്ല. കുറച്ച് സ്ഥലം കയ്യേറി അവിടെ കൃഷി ഇറക്കി പ്രകൃതിക്ക് അനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥയുമായി ജീവിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ ചൂഷണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. എത്രയും വേഗം നമുക്ക് സമയം നഷ്ടപ്പെടുത്താതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള സഞ്ചാരമാർഗം, സുഗമമായ സഞ്ചാര പാതകൾ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് പരിസ്ഥിതി ലോല പ്രദേശത്ത് തന്നെ എന്തിനാണ് നിർമ്മിച്ചത് എന്നുള്ളതിന് ഇപ്പോൾ അന്ന് അധികാരത്തിലിരുന്നവർക്കും ഇന്ന് അധികാരത്തിലിരിക്കുന്നവർക്കും മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇന്നലെ ബഹുമാന്യായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ പരിശോധന വരെ തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയാണ് നമുക്ക് രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ ഭൂവിഭാഗത്തിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയ പാടില്ല. ഉറപ്പില്ലാത്ത മണ്ണ്, ഉറപ്പില്ലാത്ത പാറകൾ, നീരൊഴുക്ക് കൂടിയ സ്ഥലം, അതികഠിനമായ വർഷം കിട്ടുന്ന സ്ഥലം, നിരപ്പല്ലാത്ത സ്ഥലം, ഇതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ സോയിലിൻ്റെ ഘടന വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു ഘടന തന്നെയാണ്. ഉറപ്പില്ലാത്ത മണ്ണാണ്. ഏതെങ്കിലും ചെറിയ തരത്തിലൊരു മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മലയാകെ തന്നെ ഇടിഞ്ഞു പോരത്തക്ക രീതിയിലുള്ള സമ്മർദ്ദമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം ഈ പാത വരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഭൗമശാസ്ത്ര വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ നോട്ടുകൾ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാർ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇവിടെ പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലും ദോഷം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും വനം മന്ത്രാലയത്തിനും ഇവിടെ നിന്ന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ ഇവർ പുറത്തുവിടണം. ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത്? അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഘട്ടമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം, വനം വകുപ്പ് മന്ത്രാലയം, ജിയോളജിക്കൽ വകുപ്പ് ഇവിടെ ഇങ്ങനെയൊരു ഗുഹ നിർമ്മിക്കുവാൻ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എൻപവർ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, മേൽനോട്ടത്തിലായിരിക്കണം, പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തുരങ്കപാത വരേണ്ടതെന്ന് പറയുമ്പോൾ എവിടെയാണ് ആ എൻപവർ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്? ആരൊക്കെയാണ് എൻപവർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? ഇത് വ്യക്തമാക്കണം. ആ എൻപവർ കമ്മിറ്റി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുത്തത്? ഇവിടെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം ഈ പാറ തുരന്ന് അല്ലെങ്കിൽ മല തുരന്ന് തുരങ്കപ്പാത ഉണ്ടാക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന കണ്ണും ഈ കല്ലും മണ്ണുമെല്ലാം ഇവരെവിടെ ഡംപ് ചെയ്യും? അതിനുവേണ്ടി ഏതാണ്ട് 8 ഏക്കർ സ്ഥലവും പിന്നെ കൂടാതെ ഒരു 3 ഏക്കർ സ്ഥലവും സർക്കാരിൽ നിന്ന് ലഭ്യമാക്കും എന്നാണ് ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ
അവർക്കാണ് ഇതിൻ്റെ തുരങ്ക നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 8 ഏക്കർ സ്ഥലം എവിടെയാണ് സർക്കാർ കൊടുത്തത്? 3 ഏക്കർ സ്ഥലം എവിടെയാണ് കൊടുത്തത്? ഈ കല്ലും മണ്ണും ഡംപ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നെടുത്ത കല്ലും മണ്ണും എല്ലാം അവിടെ തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്. തുരങ്കം ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഏതാണ്ട് 12 കിലോമീറ്റർ അപ്പുറത്ത്, 12 കിലോമീറ്റർ, ക്ഷമിക്കണം, 12 മീറ്റർ അപ്പുറത്ത്. ഇന്നലെ ഈ കോർപ്പറേഷൻ്റെ ആളുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തുരങ്ക നിർമ്മാണത്തിൻ്റെ പരിസരത്തല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, പിന്നെ എവിടെയാണ്? 12 മീറ്റർ അപ്പുറത്താന്ന് പറയുമ്പോൾ ശരാശരി ഉയരമുള്ള, ഇപ്പോൾ രാജ്മോഹൻ സാറിനെ പോലുള്ള ഉയരമുള്ള 3 പേര് നിരനിരയായി ഒന്നിനു പുറകെ ഒന്നായി കിടന്നാൽ 3 പേര് കിടന്നാൽ ഈ 12 മീറ്ററായി. അത്രത്തോളം അകലെയാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് പൊട്ടന്മാരാക്കി കളിയാക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. 12 മീറ്റർ മാറിയാണ് ദുരന്തം സംഭവിച്ചതെന്ന്. അപ്പോൾ എത്രത്തോളം അനാസ്ഥയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? എവിടെയാണ് ഈ മണ്ണും കല്ലും ഡംപിയാലുള്ള 8 ഏക്കർ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇവരുടെ ഭരണ നേട്ടമായി കാണിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടന മാമാങ്കമാണ് നടത്തിയത്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി പ്രസക്തമാകുന്നു. അതായത് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിൻ്റെ മുമ്പിൽ ഒരു അപേക്ഷ വരുന്നു. ഈ തുരങ്കപാത നിർമ്മിക്കുന്ന വേളയിൽ അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന കല്ലും മണ്ണും മാറ്റിയിടുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം സർക്കാർ എവിടെയെങ്കിലും ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സർക്കാരിനൊരു ഹർജി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊന്നും ലഭ്യമാക്കാതെ പിന്നെ എന്തിനാണ് തുരങ്കപാത നിർമ്മാണം തുടങ്ങിയത്? എവിടെയാണ് മുൻ സർക്കാർ അനുവദിച്ച 8 ഏക്കർ? അതെല്ലാം ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സഞ്ചാര സുഗമമായ പാതയൊരുക്കുന്നതിൻ്റെ പൊയ്മുഖം കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. താങ്കൾ പറഞ്ഞ വേർഷൻ 100% ശരിയാണ്. അതിൻ്റെ കൂടെ ചില സംശയങ്ങളൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സംശയങ്ങൾ ഉണ്ടായത് എനിക്കുണ്ടാകാൻ മാത്രം ഉണ്ടായതല്ല, എൻ്റെ ചില സുഹൃത്തുക്കളുമൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടായതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മുഴുവൻ പല സ്ഥലത്തും, ഇപ്പോൾ നാഷണൽ ഹൈവേ പണിയുന്നിടത്ത്, എയറോട്രാം പണിയുന്നിടത്ത്, പുതിയ കെട്ടിടങ്ങൾ പണിയുന്നിടത്ത്, ഹിമാചൽ പ്രദേശിലെ ഡാർജിലിംഗിൽ ഇവിടെയെല്ലാം ഇതുപോലെ പാലങ്ങൾ ഒലിച്ചു പോവുകയും കെട്ടിടങ്ങൾ ഇടിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു പ്രതിഭാസം അടുത്ത കാലത്ത് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ആളല്ല, എന്നാൽ പോലും ഇതുപോലത്തെ വർക്ക് സൈറ്റുകളിൽ പണിത് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിമെൻറ്റിൻ്റെ ക്വാളിറ്റി ഇത്ര ഡിഗ്രി ചൂടാക്കിയിട്ട് ഇത്ര ഡിഗ്രി തണുപ്പിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇതൊരു തരത്തിൽ ചൂടായി കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ചാക്കിലേക്ക് കയറ്റി അപ്പോൾ തന്നെ വർക്ക് സൈറ്റിലേക്ക് പോവുകയാണ്. ഇത് പ്രോപ്പർ രീതിയിൽ പ്രോസസ്സ് ചെയ്യാതെ കിട്ടുന്ന സിമെൻറ്റും കമ്പിയാണ് നമ്മൾ ഈ വർക്ക് സൈറ്റുകളെല്ലാം റോഡിൻ്റെ ആണെങ്കിലും പാലത്തിൻ്റെ ആണെങ്കിലും എല്ലാം അപ്പോൾ ഇതിൻ്റെ ടിയർ ആൻഡ് വേറെ ഭയങ്കരമായിട്ട് കൂടും. ഏത് സമയത്തും ഈ ഹൈവേ ഒക്കെ നടുവേയൊക്കെ പളരുക ചെയ്യുന്നത് പലയിടത്തും. അതുപോലെ സൈഡ് കെട്ടി റിട്ടേണിംഗ് വാൾ പൊളിഞ്ഞ് തകർന്ന് വീഴുക. അതിൻ്റെ കാരണം പ്രകൃതി മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ വീണ്ടും ക്രൂരമായ അതേ ശക്തികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും മോശം ക്വാളിറ്റി സിമെൻറ്റ് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ കമ്പി ഉപയോഗിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികളുടെ വേണ്ടത്ര നിലവാരമില്ലായ്മ. അത് ഒറ്റവാക്കി പറഞ്ഞാൽ നിർമ്മാണ സാമഗ്രികളുടെ വേണ്ടത്ര അതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള നിലവാരമില്ലായ്മ. അവർക്കിത് പ്രകൃതിയെ കുറ്റപ്പെടുത്തേണ്ട അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്കും ആവശ്യമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും പരസ്പരം ഒരുമിച്ച് നിൽക്കും. കാരണം ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ദുരന്തങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വമാണ്. അവരത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെയൊക്കെ പറ്റിക്കും. 2-3 ശവശരീരങ്ങൾ കാണിച്ച് ഇത്രയല്ലേ മരിച്ചുള്ളൂ എന്ന് ചിലർ പറയും, ഇത്രയും മരിച്ചില്ലെന്ന് ചിലർ ചോദിക്കും. ഈ മരണത്തോടും ഉള്ള നിർവികാരമായി പ്രതികരിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇവിടെ ഉണ്ടായിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, വയനാട് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പ്രകൃതി ദുരന്തമായി തന്നെ നമ്മൾ വിവക്ഷിക്കുമ്പോഴും ഇത് മനുഷ്യൻ നിർമ്മിത ദുരന്തമായി കണക്കിലെടുക്കണം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെടുത്ത തീരുമാനം അവരുടെ ഭരണ നേട്ടങ്ങളിൽ ഒന്നായി ഉയർത്തിക്കാണിക്കാൻ വേണ്ടി, അഭിമാന പദ്ധതിയുടെ ഭാഗമായി ഉയർത്തിക്കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇതിൽ എത്രത്തോളം അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ഇവരിൽ ലഭ്യമാക്കിയത്? ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ കൊടുത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്രം ഇതിനൊരു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി കൊടുത്തത്, വനം വകുപ്പ് അനുമതി കൊടുത്തത് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടുന്നു എന്ന് പറയുന്നത് പോലെ ഇനി വയനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പോലും എത്തി നോക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് എന്തിനാ അവിടെ വഴിയിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം വിൽക്കുന്നവനെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി. വയനാട്ടിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ദുരന്തബാധിത പ്രദേശമാണെന്നത്
നിരന്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി മലഞ്ചരിവിൻ്റെ പ്രത്യേകതയും ഭൂമിയുടെയും നീരൊഴുക്കിൻ്റെ എല്ലാം കാറ്റിൻ്റെ ഒന്നും ഗതി മാനിക്കാതെ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ നടത്തുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അത് ടൂറിസ്റ്റ് വികസനത്തിന് എങ്ങനെ അനുയോജ്യമാകുക എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ സാമ്പത്തിക നേട്ടം എന്തിനാണ് ഈ ഓരോ ആളുകളും, നമ്മളിപ്പോൾ ഞാനായാലും സാറായാലും മറ്റുള്ള ആളുകളായാലും ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വനമേഖലകളിലേക്കൊക്കെ പോകുന്നത് എന്തിനാണ്? അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അവിടുത്തെ അരുവിയിലോ അല്ലെങ്കിൽ കുളിർനീരിലോ ഒക്കെ ഒന്ന് മുങ്ങി കുളിച്ച് 2 ദിവസം ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് അവിടെ കിട്ടുന്ന മായം ചേർക്കാത്ത ഭക്ഷണമൊക്കെ കഴിച്ച് 2 ദിവസം ഈ തിരക്കിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കോഴി ബിരിയാണിയും AC റൂമിൽ കിടന്നുറങ്ങാനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, കോൺക്രീറ്റ് കൂടാരത്തിൽ കിടന്നുറങ്ങാനാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട എന്താ കാര്യം? ഇവിടെ നഗരമില്ലേ? അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ ലാഭക്കൊതിക്ക് അനുസൃതമായിട്ട് എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് ഏത് വിധേനയും പൈസ ഉണ്ടാക്കുക. ഭരണകർത്താക്കളാണെന്നുണ്ടെങ്കിൽ എന്താണ്, തുരങ്കപാത എന്ന് പറഞ്ഞൊരു ദുരന്തപാത നിർമ്മിച്ചു, തീരാത്ത ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇതിന് അന്നത്തെ ഭരണാധികാരികൾ കൃത്യമായി മറുപടി പറയണം. ഇന്ന് ഭരണസാരഥ്യത്തിലിരിക്കുന്ന ആളുകൾ ഇതിൽ വീഴ്ച പരിശോധിച്ച് മാതൃകാപരമായി കുറ്റക്കാരെ കണ്ടെത്തി ആരാണിത് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനിയും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അനധികൃത നിർമ്മിതികളും വയനാട്ടിൽ അനുവദിക്കാൻ പാടില്ല. വയനാട്ടിൽ നിന്നല്ല, കേരളത്തിലെ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തും ഇത് അനുവദിക്കാൻ പാടില്ല. ഈ മണ്ണും ഈ മണ്ണിലെ മനുഷ്യരെയും സംരക്ഷിക്കാൻ ഇവിടുത്തെ അധികാരവർഗം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടേക്കാം, സമാധാനത്തിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി. ഇത് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ നന്ന്.